ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പലരും പലതരത്തിലല്ലേ ഉണ്ടാക്കാറ്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിധമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 6 പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ചിക്കനും മീനും ബീഫും മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കുമ്പില്ലേ, നമ്മൾ കുറച്ച് നേരം സൊർക്കയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതിനകത്ത് ഇട്ട് വെച്ചിട്ട് പിന്നെ കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ ആ ഒരു ഉളുമ്പ് മണവും ഒക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല ഉണ്ടാക്കിയെടുക്കുക. ഒന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള മസാല ഒന്നുമില്ല. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു നുള്ളു കറി മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പ്, പിന്നെ ഒഴിക്കുന്നത് സൊർക്ക, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഈ മസാല ഉണ്ടാക്കിയെടുത്തിട്ട് ചിക്കനുമ്മ തേച്ച് പിടിപ്പിക്കാനായിട്ടാണ് ചെയ്യുന്നത്. കിച്ചണിൽ കയറിയിട്ട് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞത് ഈ ചിക്കനൊന്ന് മസാല തേച്ച് വെക്കലാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ചോറ് വെക്കണ ആ സമയമാകുമ്പോഴത്തേനും നന്നായിട്ട് മസാല പിടിക്കും. എല്ലാ ദിവസവും മുടങ്ങാണ്ട് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും. പുറത്ത് പോകുമ്പോഴുള്ള വീഡിയോസും ഒക്കെ എടുത്തിടാമെന്ന് വിചാരിക്കും. പക്ഷെ മടി കാരണം ഇടാറില്ല. കഴിഞ്ഞ ദിവസം ഒരു താരൻ്റെ ഒരു ഓയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. നല്ല റിസൾട്ടുള്ളൊരു സംഭവമാണ്. അത് ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി. ഇപ്പം അടുത്താണ് അത് എഡിറ്റ് ചെയ്തിട്ട് തന്നെ. ചില വീഡിയോസ് എടുത്ത് വെച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി എല്ലാ ദിവസവും പുറത്തുള്ള വീഡിയോസും വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ആ മസാല നമ്മൾ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ അടുത്തത് ചെയ്ത് വെക്കുന്നത് പുഡിങ്ങാണ്. ഇത് രണ്ടും ആദ്യം ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അറേബ്യൻ ബ്രെഡ് പുഡിങ്ങാണിത്. ഷോർട്സ് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലും അത് കാണിച്ചിങ്ങാനിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടാക്കി നോക്കേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോർട്സ് ഒന്ന് കണ്ടോ. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിനുള്ള ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്കുള്ള ഒരു ലെയറിനുള്ളത് ഉണ്ടാക്കണം കേട്ടോ. വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും വാനില എസൻസും ഒക്കെ കൂടെ ബീറ്റ് ചെയ്തിങ്ങാനിട്ട് ഉണ്ടാക്കിയെടുക്കണതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് എനിക്കിവിടെ ഒരു അബദ്ധം പറ്റി. കുറച്ചെല്ലാം ഉള്ള കാരണം ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കാറ്. അപ്പം നമ്മുടെ കോഫി ബീറ്റർ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. വേണ്ടാത്ത പണിക്ക് നിന്നതാ. പിന്നെ നമ്മുടെ പതിവ് പോലെ തന്നെ ഫോർക്ക് തന്നെ വെച്ചിങ്ങാനിട്ട് ബീറ്റ് ചെയ്തെടുത്തു. അങ്ങനെ അതൊക്കെ ഇവിടെ സെറ്റായി. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ബദാം ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പൊടിക്കുക, ക്രഷ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്തിടാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തതിൽ ഒരെണ്ണം നമ്മുടെ ഫ്രണ്ട്സിനുള്ളതാണ്. പക്ഷെ ഇതിലൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരെണ്ണം ഇപ്പോൾ നമ്മൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ഒരെണ്ണം പിന്നെ അന്ന് തന്നെ കഴിഞ്ഞായിരുന്നു, വെള്ളിയാഴ്ച തന്നെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ പുഡിങ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ ബിരിയാണിൻ്റെ മസാലയിൽക്കും അതുപോലെ തന്നെ കച്ചമ്പറിൽക്കും എല്ലാത്തിൽക്കും കൂടി ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിങ്ങാനിട്ട് ബോറടിപ്പിക്കണില്ല. ഇനി ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ബിരിയാണിയുടെ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മസാലയിൽക്കും കച്ചമ്പറിൽക്കും പിന്നെ ദമ്മിടാനുള്ളതും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കച്ചമ്പറിൽക്ക് സവാള, ക്യാരറ്റ്, ഒരു കുഞ്ഞു കഷ്ണം തക്കാളി, പച്ചമുളക്, മല്ലിയിലാണ് കേട്ടോ കച്ചമ്പറിൽക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതായത് നമ്മുടെ ചിക്കൻ്റെ മസാലയിൽക്ക്, പിന്നെ ഇത് ദമ്മിടാനുള്ളത്, പിന്നെ നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ, പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദമ്മിടാനുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് കുറച്ച് കൂടുതലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും പകുതി ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് കുറച്ച് കൂടുതലും വെളിച്ചെണ്ണ കുറച്ചുമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. ഈ വറുത്ത് കോരി എടുക്കുന്നതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇതാ മുന്തിരിയൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അടുത്തത് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു അബദ്ധവും പറ്റിയിട്ടുണ്ടായിരുന്നു.
അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഇവിടെ വെള്ളം നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കാൻ നിന്നു. വെള്ളം തിളയ്ക്കുന്നതിന് മുന്നാണ് ഞാനിവിടെ അരി ഇട്ട് കൊടുക്കാറ്. കുറേ മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വെള്ളം തിളയ്ക്കുമ്പോൾ ചോറിന് അരി ഇടാൻ പാടില്ല എന്നുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല, പാടില്ല എന്നാണ് കണ്ടത്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. അതിൻ്റെ കാരണം അങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് സത്യമാണോ അല്ലേന്നൊന്നും അറിയില്ല. പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ അത് വിശ്വാസം ആയിക്കൊള്ളണമെന്നില്ല, അത് ചിലപ്പോൾ മണ്ടത്തരായാലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ കാരണം ഇതിൽ പറയുന്നില്ല. അങ്ങനെ ഇടാൻ പാടില്ല എന്നിങ്ങനെ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്താണ് അരി ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് അണ്ടിപ്പരിപ്പ് കരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, വലിയ കാര്യമായിട്ടൊന്നും കരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം വറുത്ത് കോരിയിട്ട് നേരെ സവാള വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അരി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിക്ക് വെള്ളം വെച്ചപ്പോൾ തന്നെ ഉപ്പും നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സവാള ഇവിടെ ഈ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് കോരി എടുക്കാം കേട്ടോ. ഇത് വറുത്ത് കോരി നെയ്യിൽ ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, ചോറ് ദമ്മിടുമ്പോഴത്തേനും. അപ്പോൾ ഈ നെയ്യ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ, കഴുകിയൊന്നുമില്ല കേട്ടോ, അതേ ചട്ടിയിൽ തന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ചോറും ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചോറൊന്ന് ഊറ്റി അവിടെ മാറ്റി വയ്ക്കാം. ഇതാ ഓയിൽ ചൂടായി വന്ന സമയത്ത് ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് രണ്ട് സൈഡും മാറ്റി മറിച്ചിട്ടിങ്ങായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ മസാല തേച്ചല്ലേ വെച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ഇരുന്നുകൊണ്ട് തന്നെ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേവി ആക്കിയിട്ട് ചിക്കൻ മസാല ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് കായം പരട്ടിയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കാണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ആദ്യത്തെ 3 എണ്ണം വറുത്ത് കോരിയിട്ടുണ്ട്, ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്, പുറം രാജ്യങ്ങളിലൊക്കെ നല്ല 42 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ചൂടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിയും. ഒരു 8:30 ആയപ്പോഴത്തേനും റാശി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉറങ്ങിയില്ല, നേരത്തെ തന്നെ അടുക്കളയിൽ കയറി. അതുകൊണ്ട് തന്നെ ഏകദേശം പണി അപ്പോഴത്തേനും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കച്ചമ്പറിന് ഇവിടെ ഞാനിതെല്ലാം അരിഞ്ഞു വെച്ചത് കണ്ടപ്പോൾ റാശി പറഞ്ഞു റാശി ആക്കിക്കോളാന്ന് പറഞ്ഞിട്ട് റാശിയോടെ കച്ചമ്പർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ചിക്കനും ലാസ്റ്റത്തത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ചോറ് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ചോറ് വെച്ച അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല നൈസായിട്ട് എരിഞ്ഞിരിക്കുന്ന സവാളയും കറിവേപ്പിലയും അതുപോലെ തന്നെ നല്ല പഴുത്ത തക്കാളി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടും കാണിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തും കാണിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, കറി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് ഒരു 1.25 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മസാല ആവരുത് കേട്ടോ. ആ ചിക്കനുമിലൊക്കെ ഒന്ന് പരണ്ടിരിക്കാൻ പാകത്തിന് മാത്രം മസാല ഉണ്ടാക്കിയാൽ മതി. കാരണം ഇത് നമ്മൾ ഫ്രൈ ബിരിയാണി അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അധികം മസാല വേണ്ട, ചിക്കനിലൊന്ന് പരണ്ടിരുന്നാൽ മതി. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് തീരെ കുറവായിരുന്നു. അതുകൊണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയും ചിക്കനും നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിൻ്റെ ഇടയിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ മസാല ചിക്കനുമിലൊക്കെ നല്ലോണം പരണ്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ നല്ല മസാലയും ചിക്കനും കൂടെ സെറ്റായിട്ട് നല്ലൊരു സ്മെല്ലും റെഡി ആയിട്ടുണ്ട് കേട്ടോ അതവിടെ. ഇനിയിപ്പോൾ നമുക്ക് ദമ്മിടൽ പരിപാടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാലിൽ നമ്മുടെ ഫുഡ് കളറില്ലേ യെല്ലോ കളർ കുറച്ച് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ എസൻസ് വേണം. അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഇത് വറുത്ത് കോരിയത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് അവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ദമ്മിടാനായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത ആയ നെയ്യില്ലേ അതും കൂടെ വേണം കേട്ടോ. അപ്പോൾ ആ ചിക്കൻ്റെ മസാലയുടെ മുകളിലേക്ക് ആദ്യത്തെ ഒരു ലെയർ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചോറിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ദമ്മിടാനായിട്ട് ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. എന്നാലും ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഞാനൊന്ന് ജസ്റ്റ് പറയണതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫുഡ് കളറില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പൈനാപ്പിൾ എസൻസ് അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് അധികം ആവരുത് കേട്ടോ, ഒരു 2-3-4 ഡ്രോപ്പ് ഇറ്റിച്ചാൽ മതിയേ. പിന്നെ നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരിയതില്ലേ അത് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനത്തതായിട്ട് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞതില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കറി മസാലപ്പൊടി ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക, പക്ഷെ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതുപോലെ തന്നെ അടുത്ത ലെയറും ഇതേ സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. എത്ര ലെയർ ഇടുന്നുണ്ടോ അത്രയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ ദമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ഫോയിൽ പേപ്പർ വെച്ച് ഞാനിട്ട് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. നാട്ടിലത്തേതുപോലെ മുകളിൽ കനലൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് വേറെയാണല്ലേ നമ്മുടെ വിറകടുപ്പിലൊക്കെ വെക്കുന്നത്. പക്ഷേ ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് അടച്ച് വെച്ച് ഞാനിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കും. ഒരു 10 മിനിറ്റ് വെച്ച് ഞാനിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ. അങ്ങനെ റാശി പള്ളിയിൽ നിന്ന് വന്നു. അപ്പോഴത്തേനും എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ദമ്മ് പൊട്ടിച്ചതും വിളമ്പിടതൊക്കെ റാശിയാണ് കേട്ടോ. നല്ല സെറ്റ്, അത്രയും നേരം ഇരുന്നുകൊണ്ട് തന്നെ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. ഈ സെയിം രീതിയിൽ തന്നെയാണോ നിങ്ങളും ഫ്രൈ ബിരിയാണി ഉണ്ടാക്കാറ്? ഞാൻ ഈ രീതിയിലും ഉണ്ടാക്കാറുണ്ട്, വേറൊരു രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ചോറും ഇറച്ചിയും ഒക്കെ പാടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഫ്രൈ ബിരിയാണി ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. അപ്പോൾ ഫുഡൊക്കെ ഇവിടെ റാഷിദ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കഴിക്കേ വേണ്ടു. കച്ചമ്പറും അച്ചാറും എല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.